ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എന്താണ് രാവിലെ തന്നെ ചായക്കപ്പം വെച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണെങ്കിൽ, അയ്യോ ഒരുങ്ങിക്കൊണ്ടല്ല ഒരുങ്ങിയിട്ടിരിക്കുന്നതാണെങ്കിൽ ഞങ്ങളിന്ന് ബിദിരയിലുള്ള വീട്ടിലേക്ക് പോവുകയാണേ. അപ്പൊ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ബിദിരയിലേക്ക് പോവുകയാണേ. പോകുന്ന വഴിക്ക് ശീതൂട്ടിക്ക് മരുന്ന് വാങ്ങിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ ഇറങ്ങിയപ്പോൾ അവിടുന്ന് മേടിച്ചതാണ് ഈ മിൻഡോസിന്റെ മുട്ടായിയെ. പണ്ടത്തെ മെൻഡോസ് മുട്ടായിയുടെ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ മേടിച്ചാണ്. പക്ഷെ നൈസായിട്ട് ചമ്മിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വെള്ളദാഹം തുടങ്ങി. കാരണം എല്ലാവർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെ ആയിരുന്നേ. അച്ഛനെ നോക്കി പോകുന്നത് എവിടെയെങ്കിലും ചായക്കട ഉണ്ടോ എന്നാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കടകളൊന്നും അധികം ഓപ്പൺ അല്ലായിരുന്നേ. വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശീതൂട്ട് നേരെ എന്റെ തോളിലേക്ക് ചാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം നോക്കി വന്നപ്പോൾ നമുക്ക് ചായക്കട കണ്ടുകിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ചായ മാത്രമേ കുടിക്കണുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല. കാരണം എല്ലാം അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പൊതിഞ്ഞ് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചായക്കടയ്ക്കകത്ത് കയറിയപ്പോൾ മുതൽ മോനിരുന്ന് കരയുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവനല്ല ഏത്തക്കപ്പത്തിനോ ഉടുന്നുടയ്ക്കോ കരഞ്ഞതായിരിക്കും അല്ലേ? എന്നാ അതൊന്നും അല്ല കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അവന് കൃഷ്ണന്റെ വേഷം കെട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കരച്ചില്. കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണ ജയന്തിക്ക് മോനെ കൊണ്ട് ഞങ്ങൾ കൃഷ്ണവേഷമൊക്കെ കെട്ടിച്ചായിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ശീതൂട്ടി അവിടെ കണ്ടിട്ട് ടേബിളിന്റെ മണ്ടേ കയറിയിരുന്ന് വലിയ ആൾക്കാരെ പോലെ കാലും ആട്ടിയാട്ടി ഇരിപ്പുണ്ടേ. എന്റെ ചായക്കെ കുടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇത് നന്ദിയോടാണ് സ്ഥലേ. ഞങ്ങൾ എപ്പോ വന്നാലും ഇവിടെ കുറച്ചു നേരം ഇറങ്ങി നിൽക്കാറുണ്ട്. ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ. 7-8 വർഷത്തിന് മുന്നേ ഞാനും കണ്ണനും ഇവിടെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു ആദ്യം ജോലി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലവും ഇവിടെയുള്ള ആൾക്കാരെയൊന്നും അത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം അതുപോലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചതായിരുന്നു ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടൂർ ജോലി കിട്ടിയപ്പോ അങ്ങോട്ടേക്ക് മാറിയത് കേട്ടോ. അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് വായി നോക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നേ. വീട്ടിൽ വന്ന അമ്മ ബാഗൊക്കെ പുറത്തു വെച്ചിട്ട് ചാവി എടുക്കാൻ പോയ നേരത്തിന് ശീതൂട്ടി കണ്ടില്ല ബാഗിനെല്ലാം കാവലിരിക്കുക കേട്ടോ. ഹിറ്റ്ലർ മാധവൻ കുട്ടിയെ പോലെ. വീടിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കുറെ ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആകെപ്പാടെ ചവറെല്ലാം കയറി മുടിഞ്ഞു വാരി കിടക്കുവാന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മ വീടിനുള്ളിൽ കയറുന്നതിന് മുന്നേ ചൂലും കയ്യിൽ പിടിച്ചോണ്ട് ഇപ്പോണ്ടേ. അമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കൂട്ടോ. അച്ഛനും ഉണ്ടായിരുന്ന അടക്കൊക്കെ കിളി കൊത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് ഇച്ചിരി കിട്ടിയെല്ലാം കൂടെ നുള്ളി പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടേ. വീടിനകത്ത് കയറി ഡ്രസ്സ് ഒന്ന് മാറ്റിയ ശേഷം ചൂലും കൈ പിടിച്ചോണ്ട് 1.5 മണിക്കൂർ പരിപാടി പണിഞ്ഞിട്ടാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ മുറ്റത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അഴുക്കും ചവറും എല്ലാം നമ്മുടെ വീടിനകത്തുണ്ടായിരുന്നേ. ഇവിടെ സ്ഥിരമായിട്ട് ആള് താമസമില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ ഈ അടിച്ചു വാരലും വൃത്തിയാക്കലും ഒരു 1.5 പരിപാടിയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് മുറ്റം അടിക്കാൻ നിങ്ങൾക്ക് ആർക്കും വൈകി എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞത് ചെയ്തിട്ടൊരു വലിയ ചൂലും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ആ ചൂലിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാക്കും. അമ്മ ചായക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുട്ടി അടുക്കള കേട്ടോ. ഈ വീട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം നമ്മുടെ അടുക്കളയാണേ. അങ്ങനെ അടിച്ചു വാരലും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഡ്ഡലി സാമ്പാറും കഴിക്കാൻ പോയിട്ടോ. ഇതെല്ലാം അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കും, അല്ലെങ്കിൽ വരുമ്പോ അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുവേ. ഇവിടെ വെച്ച് പാചകം ചെയ്യലൊന്നും നടക്കില്ല കേട്ടോ. ഒന്നാമത് നമുക്ക് വിറകടുപ്പ് ഇങ്ങനെ ഇല്ല ഇവിടെ. പിന്നെ സാധനങ്ങളെല്ലാം നമ്മൾ ഒന്നേന്ന് മേടിക്കൊണ്ട് വരും കേട്ടോ. ശീതൂട്ടി ആണെങ്കിൽ അടുക്കളയിൽ ഇരുന്ന പാത്രങ്ങൾ കംപ്ലീറ്റ് പറക്കി ഹാളിൽ കൊണ്ട് വെക്കുമായിരുന്നേ. അമ്മയ്ക്കും മോനും അതെല്ലാം തിരിച്ച് പറക്കിക്കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കലായിരുന്നു വലിയൊരു ടാസ്ക്. അങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അമ്മ ദേ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടേ. ഇവിടത്തെ മുറ്റത്ത് ചൂല് കൊണ്ട് മുറ്റം അടിക്കുന്നതിനേക്കാളും നല്ലത് വല്ല ജെസിബി കൊണ്ട് കോരി കളയേണ്ടി വരും. അതുപോലെ ചവറായിരുന്നു കേട്ടോ. സാധാരണ ഓണത്തിന് ഇവിടെ വന്ന് 2-3 ദിവസം നിൽക്കുന്നതാണ്. ഇപ്രാവശ്യം ഹോസ്പിറ്റലും തിരക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയതേ ഇല്ല. ഉച്ചയായപ്പോ ചോറൊന്നും വയ്ക്കാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഏത്തപ്പഴം കൊണ്ടുവന്നായിരുന്നേ. കണ്ണൻ ഓണത്തിന് കൊണ്ടുവന്ന കൊല ഓർമ്മയുണ്ടോ? അതൊക്കെ പഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും അതിൽ നിന്ന് ഓരോ പഴമൊക്കെ കഴിച്ച് വെള്ളവും കുടിച്ചിട്ടോ. ദേ ഈ കാണുന്ന ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന കാടെല്ലാം നമ്മുടെ വീടിന്റെ പുറകു വശത്താണേ. ഇനി ഫോറസ്റ്റും കാടും എല്ലാം ഒന്നാണെന്നാണ് നിങ്ങൾ പറയാൻ പറഞ്ഞെങ്കിൽ അത് എനിക്കും അറിയട്ടോ. പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയതാണേ. അങ്ങ് ദൂരെ ആ കാടിനകത്തൊരു വീട് ഇരിക്കുന്നുണ്ടോ? അത് ഭാർഗവി നിലയൊന്നുമല്ല കേട്ടോ, മോക്കോസ് ആണ്. ഷീറ്റൊക്കെ ഒഴിക്കൂലേ ഈ റബ്ബർ പാലിന്റെ ആ സംഭവം. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഘോഷയാത്ര കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് വന്നപ്പോ പുറത്തിട്ടോണ്ട് പോകാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഡ്രസ്സ് ഇരുന്ന ബാഗ് മിസ്സായി പോയായിരുന്നേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇട്ടോണ്ട് വന്ന ഡ്രസ്സ് തന്നെ ഇട്ടോണ്ട് പോകുന്നത് കേട്ടോ. പിള്ളേരുടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നേ. പക്ഷെ എന്റെ ബാഗ് എങ്ങനെയോ മിസ്സായി പോയി. ചീനൂട്ടി ചേട്ടനുമായിട്ട് ഭയങ്കര സ്നേഹപ്രകടനത്തിലാണ്. മിക്കവാറും അവന്റെ കണ്ണെല്ലാം കൂടെ പിച്ചെടുത്ത് അപ്പുറത്തെ കാട്ടിക്കളയും. ചില സമയത്ത് 2 ചക്കര ഈച്ച്, ചില സമയത്ത് 2 കീരിയും പാമ്പും. ഇതിനിടയ്ക്ക് പുറത്തുനിന്ന് അവിടെ ഒരു പൂച്ചതേ വീടിനകത്ത് കയറി വന്നേ. അത് വന്ന് കയറുന്ന വീട്ടിലിട്ടിരുന്ന ലൈറ്റ് എല്ലാം ഡിമ്മാവാൻ തുടങ്ങി. ഇതിന്റെ വല്ല യക്ഷിപ്പൂച്ചയാണോ? ദേ കണ്ടില്ലേ ബൾബിരുന്ന് മിന്നുന്നത്. ഇത്രയും നേരം ഈ ബൾബിന് ഒരു പ്രശ്നമില്ലായിരുന്നേ. ഈ പൂച്ച വന്നതിന് ശേഷം ഈ ബൾബ് കംപ്ലീറ്റ് ഡാൻസ് കളിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. വൈകുന്നേരം ഘോഷയാത്ര കാണാൻ ഒരുമിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോ അച്ഛനൊരു ഓട്ടം വന്ന് അച്ഛൻ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ചേന്നമ്പാറയിൽ നിന്ന് വേറൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് കേട്ടോ. ഈ ഓട്ടോ ഓടിക്കുന്ന പുള്ളിക്കാരൻ എന്റെ കുഞ്ഞുനാൾ മുതൽ ഓട്ടോ ഓടിക്കുന്നതാണ്. ഇപ്പോഴും പുള്ളിക്ക് ഒരു മാറ്റം ഇല്ല കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ചേന്നമ്പാറ എന്നാണ്. അവിടെ നിന്ന് അല്പം മാറി അങ്ങോട്ട് പോയപ്പോ തന്നെ ഘോഷയാത്രയ്ക്ക് പോകുന്ന ആൾക്കാരെല്ലാം വരിയായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. റോഡൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നേ. റോഡിലാകെ പാട്ടും മേളവും ചെണ്ടകൊട്ടും കൃഷ്ണന്റെ നാമജപങ്ങളും അങ്ങനെ ഒന്നും പറയണ്ട. ഒരു ഭയങ്കര ബഹളം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഒരുവിധം ബ്ലോക്കും തിരക്കും എല്ലാം ഒഴിഞ്ഞ് ശിവൻകോവിൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടേ. ഇവിടെ ഒരു ശിവന്റെ അമ്പലം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ശിവൻകോവിൽ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അവിടെ പോയിട്ട് ഘോഷയാത്ര ഇപ്പൊ വരും എന്ന് പറഞ്ഞ് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും പിന്നെ കാണാനേ ഇല്ലായിരുന്നേ. അങ്ങനെ ഘോഷയാത്ര നോക്കി നിന്ന് കാല് കഴിച്ചപ്പോ എന്നാ പിന്നെ ഇച്ചിരി ഇരിക്കാന്ന് വിചാരിച്ചു.
അങ്ങനെ ഇച്ചിരി നേരം ഇരിക്കാന്ന് പറഞ്ഞ് ചെന്നിരുന്നപ്പോ ദേണ്ട പറഞ്ഞടാ ഘോഷയാത്ര. ഒരുപാട് ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാരും ഒക്കെയുള്ള നല്ല അടിപൊളി ഘോഷയാത്രയായിരുന്നു കേട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് വരുന്ന ഒരുപാട് ടീമുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഘോഷയാത്രയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പഴയതുപോലെ ഒന്നുമല്ല, എല്ലാവരും ജോലി തിരക്കിലും മറ്റു കാര്യങ്ങളിലും ഒക്കെയാണ്. പക്ഷെ ആ സമയങ്ങളിൽ പോലും അവർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്താറുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണല്ലേ. ഇപ്പോഴത്തെ തലമുറ പിള്ളേരൊക്കെ വളർന്നു വലുതായി ഒരു 10-25 വർഷം കഴിയുമ്പോൾ ഈ ശ്രീകൃഷ്ണ ജയന്തിയും ഇതുപോലുള്ള ഘോഷയാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ലല്ലേ. ചെണ്ടമേളവും തകലുമേളവും എല്ലാം കേട്ട് ചെയ്തുകൊണ്ട് ആകെ അമ്പരന്നിരിക്കുകയാണ്. നേണ്ട ഈ കൊട്ടിക്കൊണ്ട് വന്ന സാധനം കണ്ടോ. സത്യം പറഞ്ഞ ഘോഷയാത്ര കഴിഞ്ഞപ്പോൾ ചെവിക്കകത്തുനിന്ന് ഒരു വണ്ട് മൂളുന്ന ശബ്ദം മാത്രമേ കേൾക്കാനുള്ളായിരുന്നു. കാരണം അതുപോലെ ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെ ആയിരുന്നു കേട്ടോ. തിരക്ക് കുറവായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയതെങ്കിലും എന്റെ അമ്മയെ ഒന്നും പറയാനില്ല, ഭയങ്കര തിരക്കായിരുന്നേ. എല്ലാവരും സെറ്റ് സാരിയും സെറ്റും മുണ്ടും ധാവണിയും പട്ടുപാവടയും ഒക്കെ ഉടുത്ത് വന്നിട്ട് കാണാൻ തന്നെ എന്തൊരു ചേലായിരുന്നു അറിയാവോ. ശരിക്കും പറഞ്ഞാൽ ഈ ഘോഷയാത്ര കണ്ടപ്പോ ഓർമ്മകളെല്ലാം ഒരു 10-25 വർഷം പുറകിലോട്ട് പോയി കേട്ടോ. കാരണം പണ്ട് ഞാനും ചേച്ചിയെല്ലാം ഇതുപോലെ ഗോപികമാരെ പോലെ വേഷം കെട്ടി പോവാറുണ്ടായിരുന്നേ. അന്ന് ഗോപികമാരായിട്ട് വേഷം കെട്ടി പട്ടുപാവടയൊക്കെ ഇട്ട് വന്നവരെല്ലാം ഇന്ന് അവരുടെ മക്കളെ ഒരുക്കിക്കൊണ്ട് പോകുന്ന കണ്ടപ്പോ ഉള്ളിലൊരു ചിരിയും സന്തോഷവും ഒക്കെ തോന്നി കേട്ടോ. ഇതിനിടയ്ക്ക് എനിക്കിനി നടക്കാൻ വയ്യേന്ന് പറഞ്ഞ് ദേണ്ട ഒരു ന്യൂ ജനറേഷൻ കൃഷ്ണൻ ദേ വണ്ടിയിൽ പോകുന്നുണ്ടേ. ദേണ്ട ഈ കാണുന്ന മുത്തുമണികളെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണേ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ എന്റെ അടുത്തേക്ക് ഓടി വന്നതാട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, എല്ലാരും പിടിച്ചു നിർത്തി അറഞ്ചം പുറഞ്ചം കുറെ വീഡിയോസ് എടുത്തായിരുന്നു. ഞാൻ വീഡിയോ എടുത്തപ്പോ മുത്തുമണികളുടെ പേരുകളെല്ലാം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. പക്ഷെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നപ്പോ എല്ലാം മറന്നുപോയി. അങ്ങനെ ഘോഷയാത്രയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കടയിൽ കയറിയിട്ട് ഒരു ചായ അങ്ങനെ കുടിച്ചായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഒരു നാരങ്ങ വെള്ളം തണുത്തത് കുടിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചെമ ആയതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ചാൽ അമ്മ എന്നെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചായ കുടിക്കാന്ന്. അവിടെ നിന്ന് നേട്ട ഈ സൈക്കിൾ മേടിച്ചായിരുന്നേ. എന്തായാലും അച്ഛൻ വന്നില്ല, ഇനിയിപ്പോ ഇതിലെങ്ങാനും ചവിട്ടി വീട്ടിൽ പോയാലോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നേരെ കടയിൽ നിന്ന് ഫുഡൊക്കെ പാഴ്സൽ മേടിച്ച് ഞങ്ങൾ നേരെ അച്ഛന്റെ ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയാണെ. കടയിൽ ഇരുന്ന് കഴിച്ച ചെയ്തോട്ടി അലമ്പുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിക്കാന്ന് വിചാരിച്ചേട്ടോ. തട്ടുദോശ കഴിക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ നിന്ന് പോയെങ്കിലും അവിടെ ചെന്ന് കടയിൽ ചോദിച്ചപ്പോ അവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും പനിയും ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ടേസ്റ്റും തോന്നിയതേ ഇല്ല. സത്യം പറഞ്ഞ പച്ചവെള്ളം കഴിച്ചാൽ പിന്നെ ടേസ്റ്റ് തോന്നും. പക്ഷെ ഈ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് ഒരു ടേസ്റ്റും തോന്നിയതേ ഇല്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കുത്തിയിരുന്ന ഫോണിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.